ഈ ഓരോ സമയത്തും നമ്മളെ ചുറ്റുമുള്ള സമൂഹത്തിലുണ്ടാകുന്ന സംഭവങ്ങൾ അതിലൊക്കെ താങ്കളെടുക്കുന്ന നിലപാടുകൾക്ക് ഏറെ പ്രസക്തി ഉണ്ടാവാറുണ്ട്. താങ്കൾ മാത്രമല്ല, താങ്കളെപ്പോലുള്ള പൊതുപ്രവർത്തകർ എങ്ങനെ ജീവിക്കുന്നു, ഓരോ വിഷയത്തിൽ ഏത് നിലപാടെടുക്കുന്നു, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണെങ്കിലും അവരെടുക്കുന്ന നിലപാടുകൾക്ക് വളരെയധികം പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ച് താങ്കളുടെ സഹപ്രവർത്തകനായിട്ടുള്ള ദിലീപ് അടങ്ങുന്ന ഒരു വിഷയം, ആ വിഷയത്തിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ദിലീപ് ആ കൃത്യം ചെയ്തിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. താങ്കളെ സംബന്ധിച്ച് താങ്കൾ ഈ വിഷയത്തിൽ, ഈ കേസിന്റെ തുടക്കം തൊട്ട് തന്നെ ദിലീപിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. താങ്കൾ വളരെ ഉറച്ചു വിശ്വസിച്ചിരുന്നു ദിലീപ് ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടില്ലായിരുന്നു എന്ന്. എങ്ങനെയാണ് തുടക്കം തൊട്ടേ ഒരു അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ ഈ ഒരു വിധിയെ നോക്കിക്കാണുന്നത്? ഞാൻ പറയുന്നത് വെച്ചാൽ വളരെ, അതായത് സത്യം ജയിച്ചു, നീതി ജയിച്ചു, ന്യായം ജയിച്ചു എന്നുള്ളതല്ലാതെ പറയുന്നില്ല. സത്യം ജയിക്കും, കുറച്ച് താമസിച്ചെങ്കിലും സത്യം ജയിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാൻ വസ്തുത പ്രാർത്ഥിച്ചിരുന്നു. കാരണം ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എൻ്റെ ഹൃദയം തുറന്ന് ഈശ്വരോട് പ്രാർത്ഥിച്ചു. ഇത് ദിലീപിന് അനുകൂലമായിട്ടുള്ള ഒരു വിധി വരണമേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചു. പല ക്ഷേത്രങ്ങളിലും ഞാൻ വഴിപാടുകൾ നേർന്നിട്ടുണ്ട്. അത് എൻ്റെ പൂർണ്ണമായ വിശ്വാസമാണ്. കാരണം ദിലീപ് എന്ന വ്യക്തിയുടെ നന്മകൾ നമ്മൾ മറക്കാൻ പാടില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അയാൾ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ 90% ആൾക്കാർക്കും വിശ്വാസമില്ല. ഞാൻ കാണുന്ന എല്ലാവരുടെ അടുത്തും, ഏത് ഫാമിലിയുടെ അടുത്ത് പോയാലും, ഏത് സ്ത്രീകളുടെ അടുത്ത് പോയി സംസാരിച്ചാലും അവർ പറയുന്നത് ഇല്ല, അത് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ എന്നാണ് പറയുന്നത്. പക്ഷേ മറ്റൊരു ഫോഴ്സ്, ഒരു വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ചില ഫോഴ്സുകൾ അതിനെ മാത്രം, എസ്പെഷ്യലി മീഡിയ, ഏതാണ്ട് ഒരു 95% മീഡിയവും ഇസ് അഗൻസ്റ്റാണ്. അതായത് അവർ വിശ്വാസമില്ലെങ്കിലും അവർ പ്രൊജക്റ്റ് ചെയ്യുന്നത് ഈ ദിലീപ് കുറ്റക്കാരനാണെന്നാണ്. അത് ഇന്നലെ വരെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇന്നലെ വരെ അവരത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇയാൾ 1.5 കോടി രൂപ സുനിലിന് കൊടുത്തതായിട്ടുള്ള കാര്യങ്ങൾ പോലീസ് കണ്ടെത്തി എന്നൊക്കെ ഇന്നലെ വരെ പറയാണിത്. ഇന്നലെ വരെ മാത്രമല്ല, ഇപ്പം ഇന്നും റിപ്പോർട്ടർ TV-യിൽ ഇത് അവരത് എയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വലിയ വിഭാഗം ആളുകൾ റിപ്പോർട്ടർ TV-യുടെ റിപ്പോർട്ടിങ്ങിനെതിരെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നത് ഞങ്ങളിപ്പോഴും അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് പറഞ്ഞ് അത് ഒരു പ്രത്യേക നിലപാടെടുക്കുമ്പോൾ അതിനെതിരെ അവിടെ കൂടിയ ആളുകൾ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ഇന്നും പലർക്കും ഈ വിധി ഉൾക്കൊള്ളാനായിട്ട് പറ്റിയിട്ടില്ല. അവരിൽ ഒരു വലിയ വിഭാഗം ഇപ്പോഴും വിശ്വസിക്കുന്നത് കോടതി വെറുതെ വിട്ടാലും ഇത് കുറ്റവിമുക്തനാകുന്നില്ല എന്ന് തന്നെയാണ്. താങ്കളെ സംബന്ധിച്ച് ഇതിൽ കൃത്യമായിട്ടുള്ളൊരു നിലപാടും വിശ്വാസവും വളരെ മുമ്പേ ഉണ്ടായിരുന്നു. ഉണ്ടല്ലോ 100% ഉണ്ട്. കാരണം ഇതെന്ന് വെച്ചാൽ അതിജീവിതയുടെ കൂടെ നിൽക്കണം, അതിജീവിതയുടെ കൂടെ നിൽക്കണം എന്ന് പറയുന്നത് ഒരു ഫാഷനാണ് ഇപ്പോൾ. ആരാണ് ഈ അതിജീവിത എന്ന് പറഞ്ഞ ആൾ? അതിജീവിത എന്ന് പറഞ്ഞ ആൾക്ക് എന്താണ് ഡെഫിനേഷൻ? എത്രയോ ഇപ്പോൾ തന്നെ സ്ത്രീകൾ തന്നെ ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ഭയപ്പെടേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. ഒരു പെണ്ണ് വിചാരിച്ചാൽ നിങ്ങളുടെ പേരിൽ ഒരു കേസ് കൊടുത്താൽ മതിയല്ലോ, കഴിഞ്ഞല്ലേ പണി. അപ്പോൾ ഈ മീഡിയ മുഴുവനും നിങ്ങൾക്ക് എഗൻസ്റ്റ് ആയിരിക്കും. അപ്പോൾ അവർ അതിജീവിതയായി ഇരയായി മാറുന്നു. അത് ഈ പുരുഷൻ എന്ന ആൾക്ക് ഇരയല്ലേ, മനസ്സിലായില്ല? അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇത് ഇപ്പോൾ TV-യിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെ കാച്ചലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ അതൊന്നും മനസ്സുകൊണ്ട് പറയുന്നതല്ല, വെറുതെ ഒരു വാദത്തിന് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നീതി കിട്ടിയില്ലല്ലോ. പക്ഷേ ഇവിടെ ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട് ഇന്ത്യയിൽ, ഒരു കോടതിയുണ്ട്. കോടതി അതുകൊണ്ടാണ് ഇത്രയും നീണ്ടുപോകാൻ കാരണം എന്താണ്? ഈ കേസ് 9 വർഷത്തോളമായില്ലേ ഇത്? 9 വർഷം ഒരു കേസ് നീണ്ടുപോകാൻ കാരണം എന്താണ്? കോടതി വളരെ ശ്രദ്ധാപൂർവം എന്തെങ്കിലും ഒരു എവിഡൻസ് ഉണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ കോടതി വെയിറ്റ് ചെയ്യാണ്. അത് പ്രോസിക്യൂഷൻ ചോദിച്ച കാര്യങ്ങൾക്കൊക്കെ അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ പ്രോസിക്യൂഷൻ അവസാനം എന്താ പറഞ്ഞത്? ഈ കോടതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറയുന്നു. എന്ത് വിഡ്ഢിത്തരമാണ്! ഇറ്റ്സ് എ നോൺസെൻസ് അല്ലേ? കാരണം വാദിയും പ്രതിക്കും ആവശ്യമുള്ള രീതിയിൽ കോടതിയെ മാറ്റാൻ പറ്റുമോ? അതല്ലേ സുപ്രീം കോടതി പോയപ്പോൾ വലിച്ച് മൂത്തിക്കിങ്ങനെ എറിഞ്ഞില്ലേ? അതായത് വാദി പറയുന്നതും വാദിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രതിക്ക് വേണ്ടിയിട്ട് മാറ്റാൻ പറ്റില്ല കോടതി എന്ന് വെച്ചാൽ കോടതിയാണത്. അപ്പോൾ ഞാൻ പറഞ്ഞു 8 വർഷം 9 വർഷമായിട്ട് ആ ഒരു ജഡ്ജ് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തില്ലേ? അപ്പോൾ അതിനർത്ഥം അവർ മാക്സിമം
ഈ പോലീസിനും പ്രോസിക്യൂഷനും സമയം കൊടുത്തു ഇല്ലേ? എത്ര പ്രാവശ്യമാണ് ഇവർ നീട്ടി കൊണ്ടുപോയി. അവരെന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറയും, അത് പറയും, ഇത് പറയും, ഈ കോടതി മാറ്റണമെന്ന് പറയും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് നീട്ടി കൊണ്ടുപോയി അവസാനം കോടതിക്ക് തോന്നി ഒരിക്കലും ഇവർക്ക് ഒരു എവിഡൻസ് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം എവിഡൻസ് ഇല്ല, തെളിവില്ല എന്നുള്ളത് പൂർണ്ണ ബോധ്യപ്പെട്ടതിൻ്റെ ഫലത്തിലാണ് അവർ പറഞ്ഞത് ഞാൻ ഇന്ന ദിവസം 18-ാം തീയതി അല്ല 8-ാം തീയതി ഞാൻ വിധി പ്രസ്താവിക്കും എന്ന് പറയാൻ കാരണം. അമ്മയിൽ നിന്ന് ദിലീപ് പുറത്താക്കപ്പെട്ടിരുന്നു ഈ ഒരു വിഷയത്തിൻ്റെ, ഈ ഒരു കുറ്റകൃത്യത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന സമയത്ത്. അതിനുശേഷം അമ്മയിലേക്ക് ദിലീപിനെ തിരിച്ചെടുക്കണമെന്നുള്ള ഒരു വാദഗതി നിലനിന്നിരുന്നു. അതിൻ്റെ പേരിൽ അമ്മയിലെ അംഗങ്ങൾ തന്നെ ഇരുചേരികളായി അനുകൂലമായും പ്രതികൂലമായും പ്രതികരിച്ചിരുന്നു. പിന്നീട് ദിലീപ് തന്നെ ഞാൻ തൽക്കാലം അമ്മയിലേക്കില്ല എന്നൊരു നിലപാടെടുത്തിരുന്നു. ഈ കീഴ്ക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ അമ്മയിലേക്ക് വീണ്ടും തിരിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ടോ? മാനസികമായിട്ട് താങ്കൾ അതിനെ ആ സമയത്ത് അപ്പോൾ അനുകൂലിക്കുമോ? എങ്ങനെയാണ്? ഞാൻ പറയാം അങ്ങനെ അമ്മ ഒരു തീരുമാനം എടുത്തിട്ട് ദിലീപിൻ്റെ അടുത്ത് പോയാൽ ദിലീപ് സമ്മതിക്കില്ല ഒരിക്കലും. പറഞ്ഞോളൂ, ടേക്ക് ഇറ്റ് ഫ്രം മീ. ഒരു കാരണവശാലും ദിലീപ് തിരിച്ച് അമ്മയിലേക്ക് വരില്ല. കാരണം അയാൾ ആത്മാഭിമാനമുള്ള ഒരു ചെറുപ്പക്കാരനാണ്, മനസ്സിലായില്ലേ? കഴിഞ്ഞ എത്ര വർഷങ്ങളായിട്ട് അയാളെ ടോർച്ചർ ചെയ്ത്, പോലീസ് ടോർച്ചർ ചെയ്ത്, ഈ മീഡിയ ടോർച്ചർ ചെയ്ത് അയാളെ മാത്രമല്ല അയാളുടെ കുടുംബത്തിനെ, അയാളുടെ വൈഫിനെ, അയാളുടെ മകളെ, അമ്മ ഇന്നും എഴുന്നേൽക്കാൻ കഴിയാതെ ബെഡിലെടുക്കുകയാണ്, മനസ്സിലായില്ലേ? ഇതാരും കാണുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് അമ്മ എന്നൊരു സംഘടന ശരി ഓക്കെ കോടതി പറഞ്ഞു ഇയാൾ വെറുതെ വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് വിൽ നോട്ട് കം. എൻ്റെ ഒരു അഭിപ്രായമാണത്. കാരണം അയാൾ അത്രയ്ക്കും വേദനിച്ചിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഒരു ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും വരില്ല, ഒരിക്കലും പോവില്ല.